നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ വികസന സദസ്സിന് തുടക്കം. ആദ്യ പരിപാടി അകലക്കുന്നത്ത് വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്തു. റബ്ബറിന് 250 രൂപ അടിസ്ഥാന വില ഉടൻ പ്രഖ്യാപിക്കണമെന്നാവശ്യം. റബ്ബർ കർഷകർ ഒക്ടോബർ 8-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ മോൻസ് ജോസഫ് MLA ശ്രമിക്കുന്നെന്ന ആക്ഷേപവുമായി ഇടത് ജനപ്രതിനിധികൾ. പരസ്യ സംവാദത്തിന് വെല്ലുവിളി. പൊൻകുന്നം പുതിയകാവും പരിസരവും ഭക്തിലഹരിയിൽ. ശ്രീകൃഷ്ണൻ അവതരിച്ചു. ശ്രീകൃഷ്ണ സ്തുതികളോടെ ഭക്തർ. സപ്താഹ യജ്ഞത്തിന് തിങ്കളാഴ്ച സമാപനം. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിലെ ആദ്യ വികസന സദസ്സിന് അകലക്കുന്നം പഞ്ചായത്തിൽ തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന വികസന സദസ്സിന്റെ കോട്ടയം ജില്ലയിലെ ആദ്യത്തെ പരിപാടി അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്നതെന്ന് അവർ പറഞ്ഞു. കാർഷിക രംഗത്തും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളിലും അകലക്കുന്നം പഞ്ചായത്ത് മാതൃകയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിലയിരുത്തി. നമ്മുടെ സമൂഹത്തിൽ പഴയ വികസന കാഴ്ചപ്പാടുകളൊക്കെ മാറി ആധുനിക ലോകത്ത് ആധുനിക രീതിയിൽ നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട്. അത് പ്രകടിപ്പിക്കുക, അത് ജനങ്ങളിൽ നിന്നും ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. 2032 ആകുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു കേരളം രൂപീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നവകേരള സൃഷ്ടിക്കായി ഒരുപാട് പുതിയ പുതിയ പദ്ധതികൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 2021-25 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ പ്രകാശനം ചെയ്തു. കാർഷിക മേഖലയ്ക്ക് അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് നൽകുന്ന പ്രാധാന്യം പ്രശംസനീയമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. കുട്ടികളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനുള്ള പദ്ധതി പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയ് മുഖ്യപ്രഭാഷണം നടത്തി. ഹരിതകർമ്മ സേനാംഗങ്ങൾ, അംഗനവാടി ജീവനക്കാർ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ CDS അംഗങ്ങൾ, 2024-25 വർഷം തൊഴിലുറപ്പിൽ 100 ദിനം പൂർത്തിയാക്കിയവർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായറുകുളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രോജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ 5 വർഷക്കാലം അകലക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ എന്തുമാത്രം വികസനം നടന്നെന്നും ഇനി എന്ത് നടക്കണമെന്നും ഇതുവരെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിന് പിന്നാലെ പഞ്ചായത്തിലെ ഓരോ മേഖലയ്ക്കും ഇനി വേണ്ടത് എന്താണെന്നും വികസന സദസ്സിലൂടെ പൊതുജനങ്ങൾ മനസ്സിലാക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. റബ്ബറിന് 250 രൂപ അടിസ്ഥാന വില ഉടൻ പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒക്ടോബർ 8-ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പടിക്കൽ മാർച്ചും ധർണയും റബ്ബർ കർഷകർ നടത്തും. ഉൽപാദന ചെലവ് പോലും ലഭിക്കാതെ റബ്ബർ വിപണിയിൽ ഇറക്കില്ലെന്ന് റബ്ബർ ഉൽപാദക സംഘങ്ങൾ പറയുന്നു. 2015 സംസ്ഥാന സർക്കാർ റബ്ബർ കർഷകർക്കായി ആരംഭിച്ച വില സ്ഥിരത പദ്ധതി നടപ്പാക്കണമെന്ന് റബ്ബർ ഉൽപാദക സംഘങ്ങൾ ആവശ്യപ്പെട്ടു. 250 രൂപ അടിസ്ഥാന വില നൽകുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. റീപ്ലാന്റിംഗിനായി 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. റബ്ബറിന്റെ വില ഓരോ ദിവസവും ഇടിയുന്ന സാഹചര്യത്തിൽ വിലയില്ലെങ്കിൽ റബ്ബർ ഇല്ല എന്ന മുദ്രാവാക്യവുമായി ഒക്ടോബർ 8-ന് റബ്ബർ കർഷകർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് NCRPS ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പറഞ്ഞു. സെക്രട്ടേറിയറ്റിലേക്ക് ഈ വരുന്ന 8-ാം തീയതി നടക്കുന്ന റബ്ബർ കർഷക മാർച്ച് പ്രധാനമായും 3 ലക്ഷ്യങ്ങൾ മുൻവെച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഒന്ന്, കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലെ പ്രധാന രാഷ്ട്രീയ മുന്നണികളായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും റബ്ബർ കർഷകരോട് നന്ന ഒരു വാക്കുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം റബ്ബറിൻ്റെ അടിസ്ഥാന വില 250 രൂപയാക്കി നിശ്ചയിച്ചുകൊണ്ട് റബ്ബർ ഇൻസെൻറ്റീവ് സ്കീം അനുസരിച്ച്, ഉത്തേജക പദ്ധതി അനുസരിച്ച് കർഷകർക്ക് അതിന് ആനുകൂല്യം നൽകിക്കൊള്ളാം. റബ്ബറിന് തറവില നിശ്ചയിക്കണമെന്ന കർഷകരുടെ ആവശ്യം പരിഗണിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് ശ്രമിക്കുന്നെന്ന ആക്ഷേപവുമായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി രംഗത്ത്. മോൻസ് ജോസഫിന്റെ ഇടപെടലിലൂടെയാണ് പല പദ്ധതികൾക്കും കാലതാമസം വന്നതെന്നും ഇവർ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കടുത്തുരുത്തി MLA മോൻസ് ജോസഫ് ശ്രമിക്കുന്നതായി ആരോപണം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നിർമ്മല ജിമ്മി, കടപ്ലാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി ഇമ്മാനുവൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജീന സിറിയക് എന്നിവരാണ് മോൻസ് ജോസഫിനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. കടപ്ലാമറ്റം മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് ഭരണാനുമതി ലഭ്യമാക്കിയത് തന്റെ ഇടപെടൽ മൂലമാണെന്ന് മോൻസ് ജോസഫ് MLA അവകാശവാദം ഉന്നയിച്ചുവെന്നാണ് ഇവരുടെ പരാതി. കടപ്ലാമറ്റം മരങ്ങാട്ടുപള്ളി കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് പുതിയ OP ബ്ലോക്ക് നിർമ്മാണത്തിന് 5 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. 2022-23 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അനുവദിച്ച തുക സാങ്കേതിക പ്രശ്നങ്ങളിൽപ്പെട്ട് കാലതാമസം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MPയുടെ ഇടപെടലുകൾ മൂലമാണ് ഭരണാനുമതി ലഭ്യമാക്കിയതെന്നും ഇവർ പറഞ്ഞു. ഇത്തരത്തില് വളരെ കഠിനാധ്വാനം ചെയ്ത് ഇത്തരത്തില് ഏതാണ്ട് 2 ഹോസ്പിറ്റലുകൾക്കായി 5 കോടി രൂപ ഞങ്ങൾ അനുവദിച്ചപ്പോൾ പ്രത്യേകിച്ച് ജോസ് കെ മാണിയുടെ വ്യക്തമായ ഇടപെടല് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം LDF ഗവൺമെന്റിന്റെ എല്ലാവിധ സപ്പോർട്ടും ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത്തരത്തില് LDF ഗവൺമെന്റ് ഇന്ന് നിരവധിയായ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും ഒക്കെ നടത്തി വരികയാണ്. അതൊക്കെ തന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് മുതലെടുക്കുന്ന ഈ പ്രവണത ഒന്ന് അവസാനിപ്പിക്കണം. തങ്ങളുടെ പരിശ്രമം മൂലം ഭരണാനുമതി ലഭിച്ച പദ്ധതിയുടെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ മോൻസ് ജോസഫ് MLA ശ്രമിച്ചുവെന്ന് ഇവർ പറഞ്ഞു. പദ്ധതിക്ക് കാലതാമസമുണ്ടായത് MLAയുടെ ഇടപെടലാണെന്നും അംഗങ്ങൾ ആരോപിച്ചു. ഇക്കാര്യത്തിൽ MLAയുമായി സംവാദത്തിന് തയ്യാറാണെന്ന് ഇവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണാവതാരം പാരായണം ചെയ്തു. നൂറുകണക്കിന് ഭക്തരാണ് പാരായണം കേൾക്കാൻ ക്ഷേത്രത്തിൽ എത്തുന്നത്. പൊൻകുന്നത്തെ ഭക്തിയുടെ പരകോടിയിൽ എത്തിച്ച് ശ്രീകൃഷ്ണൻ അവതരിച്ചു. പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ശ്രീകൃഷ്ണ അവതാരം പാരായണം ചെയ്തത്. യജ്ഞശാലയ്ക്ക് സമീപം തയ്യാറാക്കിയ തൊട്ടിലിൽ ഉണ്ണിക്കണ്ണൻ അവതരിച്ചു. പെരികമന ജയകൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന സപ്താഹയജ്ഞത്തിൽ ഇന്ന് പാലാഴി മഥനം, കൂർമാവതാരം, വാമനാവതാരം, മത്സ്യാവതാരം തുടങ്ങിയ ഭാഗങ്ങൾ വായിച്ചു. നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠ പുരഗ്രാമവ്രജാഗര. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ശ്രീകൃഷ്ണ സ്തുതികൾ ചൊല്ലി പാരായണത്തിൽ പങ്കാളികളാവുന്നത്. നാളെ ശ്രേഷ്ഠമായ രുക്മിണി സ്വയംവരം നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. 2021 ഒക്ടോബറിൽ വാട്ടകപ്പാറ മലയടിവാരത്ത് പിച്ചകപ്പള്ളിമേട്ടിൽ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി നിർമ്മിച്ച 6 വീടുകളുടെ താക്കോൽ ഒക്ടോബർ 1 കൈമാറും. അന്ന് വൈകിട്ട് 5 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വട്ടകപ്പാറയിൽ നടക്കുന്ന ചടങ്ങിൽ താക്കോൽ കൈമാറും. ഇതോടൊപ്പം ഭവനരഹിതരായ 3 കുടുംബങ്ങൾക്ക് സ്ഥലം കൈമാറുന്ന ചടങ്ങും നടക്കുമെന്ന് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് സുനിൽ കുമാർ തേനമാക്കൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KCO ട്രഷറർ സെയ്ദ് ചെറുകര, സെക്രട്ടറി PP അനീസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒക്ടോബർ മാസം 1-ാം തീയതി ബുധനാഴ്ച കാഞ്ഞിരപ്പള്ളി വട്ടകപ്പാറയിൽ പുതുതായി പൂർത്തീകരിച്ച ആ പ്രദേശത്ത് കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക നേതാക്കന്മാരുടെ ആ വളരെ വലിയ ചടങ്ങിൽ വെച്ച് ഒരു താക്കോൽദാനം നിർവഹിക്കുന്നു. ശേഷിക്കുന്ന 3 ഭൂരഹിതരായ കുടുംബങ്ങൾ സ്ഥലം കൈമാറ്റം ചെയ്യുന്ന ഒരു ചടങ്ങുകൾ നടക്കുകയാണ്. ഫ്രാൻസിസ് ജോർജ് MPയുടെ പുതിയ ഓഫീസ് കോട്ടയത്ത് ആരംഭിച്ചു.
സ്റ്റാർ ജംഗ്ഷനിലാണ് ഓഫീസ്. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം MP ഫ്രാൻസിസ് ജോർജിന്റെ പുതിയ ഓഫീസ് കോട്ടയം സ്റ്റാർ ജംഗ്ഷനിൽ പ്രവർത്തനം തുടങ്ങി. കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ആളുകൾക്ക് എളുപ്പം എത്തിച്ചേരുവാൻ വേണ്ടിയാണ് നഗരത്തിലേക്ക് ഓഫീസ് മാറ്റിയതെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. 1 വർഷം കൊണ്ട് നിരവധി പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞതായി MP പറഞ്ഞു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ഏക ട്രൈബൽ ഏരിയയായ മൂന്നളവ് കടപുഴയിലെ തകർന്ന പാലവും റോഡും നിർമ്മിക്കുവാൻ അനുമതിയായിട്ടുണ്ടെന്നും MP അറിയിച്ചു. നമ്മുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ഏക എന്ന് വിശേഷിപ്പിക്കാവുന്ന മേലുകാവ് ട്രൈബൽ പഞ്ചായത്ത്, അവിടെ ഒരു പാലം തകർന്നു കിടക്കുകയായിരുന്നു. 7-7.5 കിലോമീറ്റർ വരുന്ന 8 കിലോമീറ്റർ വരുന്ന റോഡിന്റെ പ്രവർത്തനമാണ് ഉണ്ടായിരുന്നു. ആ കടപുഴ പാലവും റോഡും നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്ന് ലഭ്യമാകും. അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ലേണേഴ്സ് സിറ്റി എന്ന പദ്ധതി യുനെസ്കോയുടെ പരിഗണനയിലാണ്. നാട്ടകം കുടിവെള്ള പദ്ധതിക്ക് പൈപ്പ് ഇടുന്നതിനുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞു. കോട്ടയം എറണാകുളം ഹൈവേ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും MP കൂട്ടിച്ചേർത്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മോൻസ് ജോസഫ് MLA, MPമാരായ PC തോമസ്, ജോയി എബ്രഹാം, UDF ജില്ലാ ചെയർമാൻ EJ ആഗസ്തി, കൺവീനർ ഫിൽസൺ മാത്യൂസ് തുടങ്ങിയവരും UDF ഘടകകക്ഷി നേതാക്കളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേരള കോൺഗ്രസ് നേതാവും ശബ്ദ കലാകാരനുമായിരുന്ന വിഴിക്കത്തോട് ജയകുമാറിന് വിട. കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗം, സർഗവേദി സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ കൺവീനർ, യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് വിഴിക്കത്തോട് പരുന്തുമലയിലെ വീട്ടുവളപ്പിൽ നടക്കും. പാലായിൽ കോൺവെന്റിൽ മോഷണം നടത്തിയ പ്രതി മണിക്കൂറുകൾക്കുള്ളിൽ പോലീസിന്റെ പിടിയിലായി. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ അരുണാപുരത്തെ ഒരു കോൺവെന്റിന്റെ ഓഫീസ് മുറിയിൽ കയറി മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന 8000 രൂപ മോഷ്ടിച്ച കേസിലെ പ്രതിയായ അറക്കുളം സ്വദേശി അഖിൽ P രഘുവിനെയാണ് രാവിലെ പാലാ ടൗണിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ മുട്ടം, തൊടുപുഴ, കാഞ്ഞാർ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകൾ നിലവിലുണ്ട്. അഖില കേരള വിശ്വകർമ്മ മഹാസഭയുടെ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും സെപ്റ്റംബർ 28 ഞായറാഴ്ച കോട്ടയത്ത് നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് തിരുനക്കര ക്ഷേത്ര മൈതാനിയിൽ നിന്ന് ആരംഭിക്കുന്ന അവകാശ പ്രഖ്യാപന റാലി ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് ഫ്ളാഗ് ഓഫ് ചെയ്യും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ വിശ്വകർമ്മജർ നേരിടുന്ന അവഗണനയുടെ നേർരേഖ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ വിശ്വകർമ്മരെ പരമ്പരാഗത തൊഴിലാളികളായി അംഗീകരിക്കുകയും അതിനനുസൃതമായ ആനുകൂല്യങ്ങൾ അനുവദിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. രണ്ടാമത്, ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ ത്രിതല പഞ്ചായത്ത് അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ വിശ്വകർമ്മർക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. ജാതി സെൻസസ് ഉപജാതി ചേർക്കാതെ വിശ്വകർമ്മർ എന്ന മാനദണ്ഡത്തിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കുക. ജനസംഖ്യ ആനുപാതികമായി സംവരണം നടപ്പാക്കുക. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവം പാലായിൽ നടന്നു. ഇതോടനുബന്ധിച്ച് പ്രസംഗം, ചിത്രരചനാ മത്സരങ്ങൾ നടത്തി. സ്വച്ഛതാ ഹി സേവ 2025 ശുചിത്വോത്സവം ആഘോഷമാക്കി പാലാ നഗരസഭ. സെപ്റ്റംബർ 17 മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 വരെ രാജ്യമുടക്കും സംഘടിപ്പിച്ചു വരുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ ഉന്നത നിലവാരത്തിലെത്തിച്ചു പാലാ നഗരസഭ. പരിസ്ഥിതി പരിപാലന വിഭാഗവും നഗര ശുചിത്വ മിഷനും സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നിരവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ക്വിസ് മത്സരം, പ്രസംഗം, ചിത്രരചന, പെയിന്റിംഗ് തുടങ്ങിയവയാണ് നടത്തിയത്. പരിസര ശുചീകരണം, മാലിന്യരഹിത കേരളം എന്റെ സ്വപ്നം, വൃത്തിയുള്ള പ്രകൃതിയും എന്റെ ജീവനും, മാലിന്യ നിർമ്മാർജ്ജനത്തിന് പുതിയ മാർഗങ്ങൾ, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രസംഗം, ഉപന്യാസം, ക്വിസ് എന്നിവയുടെ വിഷയങ്ങൾ. പാലാ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം ചെയർമാൻ തോമസ് പീറ്റർ നിർവഹിച്ചു. ഈ മാലിന്യം നാം തന്നെ സംസ്കരിക്കണം. അത് മറ്റു വെളിയിൽ നിന്ന് ഒന്നും വരുന്ന മാലിന്യങ്ങളല്ല. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ സമൂഹത്തുണ്ടാകുന്ന മാലിന്യങ്ങൾ തന്നെയാണ് ഈ നമ്മുടെ പ്രദേശം ഇങ്ങനെ മാലിന്യ കൂമ്പാരമായി മാറുവാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പാലാ നഗരസഭ ഇതിനു വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്യുകയാണ്. 100 പോയിന്റുകൾ 100 സ്ഥലങ്ങളിൽ നാം മാലിന്യ വിമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് കഠിന പ്രയത്നം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഭാഗമാകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. വൈസ് ചെയർപേഴ്സൺ PG ജോജോ, ക്ലീൻ സിറ്റി മാനേജർ അഡ്ലി P ജോൺ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ ഗീതാ ദേവി, ഹെൽത്ത് ഇൻസ്പെക്ടർ CJ അനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മത്സരങ്ങൾ നടന്ന ടൗൺ ഹാളിന് സമീപം ക്യാമ്പയിന്റെ ഭാഗമായി സെൽഫി പോയിന്റും സജ്ജീകരിച്ചിരുന്നു. 29-ന് നഗരസഭ ശുചിത്വ റാലിയും സംഘടിപ്പിക്കും. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ വികസന സദസ്സിന് തുടക്കം. ആദ്യ പരിപാടി അകലക്കുന്നത്ത് വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. പുതിയ ആശയങ്ങൾ ചർച്ച ചെയ്തു.
റബ്ബറിന് 250 രൂപ അടിസ്ഥാന വില ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം റബ്ബർ കർഷകർ ഒക്ടോബർ 8-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ സ്വന്തമാക്കാൻ മോൻസ് ജോസഫ് MLA ശ്രമിക്കുന്നെന്ന ആക്ഷേപവുമായി ഇടത് ജനപ്രതിനിധികൾ. പരസ്യ സംവാദത്തിന് വെല്ലുവിളി. പൊൻകുന്നം പുതിയകാവും പരിസരവും ഭക്തിലഹരിയിൽ ശ്രീകൃഷ്ണൻ അവതരിച്ചു. ശ്രീകൃഷ്ണ സ്തുതികളോടെ ഭക്തർ. സപ്താഹ യജ്ഞത്തിന് തിങ്കളാഴ്ച സമാപനം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.